ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുണ്ട്. യേശുനാഥൻ പത്രോസിനോട് 3 ആവർത്തി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. പത്രോസുമായിട്ട് ആദ്യം വലിയ ഗൗരവമായിട്ട് എടുക്കാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും എന്നാൽ 3-ാമത് ചോദിക്കുമ്പോൾ ചോദ്യത്തിൻ്റെ ഗൗരവം പത്രോസിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നത് കൊണ്ട് അവൻ കണ്ണുനീർ വാർത്ത് കരയുകയാണ്. അപ്പം ഈ ഒരു സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്കുള്ളൊരു തിരിച്ചുവിളിയുടെ സുവിശേഷ ഭാഗമാണ്. പത്രോസ് ഇതുപോലെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനാണ് 3 പ്രാവശ്യം. തള്ളിപ്പറഞ്ഞവൻ തന്നെ ഇപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ ശിഷ്യനായി മാറുകയാണ്. പക്ഷേ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ഏറ്റുപറച്ചിലും ക്രിസ്തുവിനോട് കൂടെയുള്ള പത്രോസിൻ്റെ ചേരലും മാത്രമല്ല. ക്രിസ്തുവിൻ്റെ ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. പത്രോസ് അതേ ഉത്തരം പറയുമ്പോൾ അവൻ രണ്ടാമത് അവനോട് പറയുന്നത് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നതാണ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം, എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് ക്രിസ്തുവിൻ്റേതായതിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ കൂടെയാണ്. ഈ ക്രിസ്തുവിൻ്റേതായത് എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവനും ക്രിസ്തുവിൻ്റേതാണ്. ഈ ലോകത്തിൻ്റെ ജഡിക സന്തോഷങ്ങളെക്കുറിച്ചല്ല, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ക്രിസ്തു സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുക, അവരെ തീറ്റിപ്പോറ്റുക, അവർക്ക് കാവലാവുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിലടിക്കുകയും മനുഷ്യരെ കൊലവിളിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. അതായത് ഈ ലോകത്ത് ക്രിസ്തു സ്നേഹിക്കുന്ന ചില മനുഷ്യരുണ്ട്, എല്ലാവരെയും അവിടെ നിന്ന് സ്നേഹിക്കുന്നുണ്ട്, ജാതി മത പ്രായ ഭേദമന്യേ. അപ്പോൾ അവരെ എല്ലാം എനിക്ക് സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയണം. അതിനാണ് ക്രിസ്തു എന്നോട് സ്നേഹം 3 മുര ചോദിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവനും, അതായത് ലോകത്തിലുള്ള നല്ലവരായ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും വെറുത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു തീവ്രവാദത്തിലേക്കല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ ക്ഷണിക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരെ നീ സംരക്ഷിക്കുവാനും നയിക്കുവാനും നിനക്ക് കഴിയണം. അതാണ് ക്രിസ്തു 3 പ്രാവശ്യവും പത്രോസിനെ ഏൽപ്പിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ പൂർണ്ണതയും അതാണ്. പത്രോസ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമോ എന്നോർത്ത് ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറായവനാണ്. ഇപ്പോൾ ക്രിസ്തു ഇവനോട് ഈ സ്നേഹം ഉറപ്പിക്കുമ്പോൾ അവനോട് പറയുന്നത് അവൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇവിടെ പത്രോസ് ഓടിക്കളയുകയോ പിന്മാറുകയോ ചെയ്യുന്നില്ല. പത്രോസ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാവുകയാണ്. എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ പത്രോസിനൊരു മറുവാക്കില്ല. അപ്പം ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെയും ഇഷ്ടപ്പെടുക എന്നൊക്കെ തന്നെയാണ്, മനുഷ്യരെ സംരക്ഷിക്കുക എന്നതൊക്കെ തന്നെയാണ്. ദൈവത്തിനോട് മാത്രമുള്ള സ്നേഹത്തെ അല്ല ഇവിടെ ഉറപ്പിക്കുന്നത്. എനിക്ക് ഈ ലോകത്തിനോടുള്ള ചില കടപ്പാടുകളുണ്ട്, ഞാൻ ചെയ്തു തീർക്കേണ്ടതായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ചില നന്മകളുണ്ട്. അപ്പോൾ അതും ചെയ്യുക എന്നതാണ് ദൈവസ്നേഹത്തെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും ഒന്നായി മാറുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. അപ്പോൾ പത്രോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അതായത് നീ അറിയുന്നല്ലോ കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനും സംരക്ഷിക്കുവാനും നമുക്ക് കഴിയണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ സഹായിക്കട്ടെ.